തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന് പിന്നാലെ പോരുമുറുക്കി KSU നേതാക്കൾ. KSU സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ രംഗത്തെത്തി. അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ച നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കണക്കാണ്ടാണ് നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ, ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുക, ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. അതേസമയം ഭീഷണി ഫോൺ കോൾ സംബന്ധിച്ച് KPCC നേതൃത്വത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കൈവിട്ട പോരിലേക്ക് കടക്കുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? KSUവിലെ നെയ്യാർ ഡാമിൽ നടന്ന റിസർജൻസ് ക്യാമ്പിൽ, തെക്കൻ മേഖലാ ക്യാമ്പിൽ ഉണ്ടായ കൂട്ടത്തല്ലിന് പിന്നാലെയാണ് സംസ്ഥാന ഭാരവാഹികൾ തമ്മിൽ തന്നെ രൂക്ഷമായ ഭിന്നത ഉണ്ടാകുകയും അത് പരസ്യമായ വിഴുപ്പലക്കലുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് NSU കമ്മിറ്റി സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത്. അതിൽ പ്രകോപിതരായാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ അനന്തകൃഷ്ണനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അനന്തകൃഷ്ണൻ. സ്വാഭാവികമായി അനന്തകൃഷ്ണൻ KPCC അധ്യക്ഷൻ K സുധാകരൻ അനുഭാവിയായ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഒപ്പമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കമായി കൂടി മാറുകയാണ്. എന്തായാലും ഈ KSUവിൽ ഉണ്ടായ കൂട്ടത്തല്ല്, ഈ നെയ്യാർ ഡാമിലുണ്ടായ കൂട്ടത്തല്ല്, അത് മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതോടെ KSU സംസ്ഥാന അധ്യക്ഷനെ മാറ്റണം എന്ന ആവശ്യം KPCC അധ്യക്ഷൻ മുമ്പോട്ട് വെക്കാനാണ് സാധ്യത എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അക്കാര്യം ഈ KPCC അധ്യക്ഷൻ AICC നേതൃത്വത്തെ നേരിട്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് സൂചന. അങ്ങനെയാണ് എങ്കിൽ കടുത്ത ഒരു നിലപാടിൽ KPCC അധ്യക്ഷൻ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നേതാക്കൾ തമ്മിൽ കൂടി ഈ ഏറ്റുമുട്ടൽ ഏറ്റുപിടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സ്ഥിതി എത്തിക്കും. ആര്യ, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നമുക്ക് ആ ഭീഷണി സന്ദേശം അതൊരിക്കൽ കൂടി കേൾക്കാം. നീ കാണിച്ച പോരാ, പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ച നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കണക്കാണ്ടാണ് നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ, ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുക, ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ.
സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ. അതിന്റെ ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ കേട്ടത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇത് ഗ്രൂപ്പ് പോരാണ്. അത് മുറുകിയാൽ നേതാക്കന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടി കാണേണ്ടി വരും. ഇത് കോൺഗ്രസിന് കൂടി തലവേദനയാവുകയല്ലേ? സ്വാഭാവികമായി അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം KSU നേതൃ ക്യാമ്പിൽ ഉണ്ടായ ഈ വാക്ക് തർക്കമാണ് പിന്നീട് കയ്യേറ്റത്തിലേക്കും അത് കൂട്ടത്തല്ലിലേക്കുമൊക്കെ കലാശിച്ചത്. ആ നടപടികളുടെ പേരിൽ KSUവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ ചുമതല വഹിച്ചിരുന്ന KPCC ഭാരവാഹികളടക്കം ഈ വിശദമായ റിപ്പോർട്ട് KPCC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം 3-അംഗ അന്വേഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് KPCC അധ്യക്ഷന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ക്യാമ്പിന്റെ നടത്തിപ്പിൽ എന്നാണ്. അതോടൊപ്പം KPCCയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് KPCC അധ്യക്ഷനെതിരായി ഒരു നീക്കം ബോധപൂർവം അവിടെ ഉണ്ടായി. KPCC അധ്യക്ഷനെ ഔദ്യോഗികമായി പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരിക്കാനുള്ള നീക്കം വരെ ഉണ്ടായി എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ റിപ്പോർട്ടിലുള്ളത്. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥി നേതാക്കൾ തമ്മിൽ വീണ്ടും പരസ്പരം വിഴുപ്പലക്കലുകളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി K. സുധാകരൻ പക്ഷം കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയത്. അതിൽ ഇക്കാര്യങ്ങളിൽ ഉള്ള അതൃപ്തി K. സുധാകരൻ AICC നേതൃത്വത്തെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്, പ്രാഥമികമായിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും AICC നേതൃത്വം നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും KPCC അധ്യക്ഷൻ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന് പിന്നാലെ പോര് മുറുകുകയാണ് KSU.